ഹായ് ഗായ്സ്, വെൽക്കം ടു ഫാർമ ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലൈക്കോലൈസിസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും, സൈക്കിള് പഠിക്കുന്നതിന് കുഴപ്പമില്ല, അതായത് സൈക്കിളിൻ്റെ പേര് പഠിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ സൈക്കിളിൻ്റെ സ്ട്രക്ചർ എങ്ങനെ പഠിക്കും, സ്ട്രക്ചർ പഠിച്ചാലും മറന്നു പോകുന്നുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങൾ. സൈക്കിളിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതായത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രക്ചറിന്ന് അല്ല ഒരു സൈക്കിള് ഒരു സ്ട്രക്ചറിൽ നിന്ന് വേറെ സ്ട്രക്ചറിലേക്ക് മാറുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലൂടെയാണ്. അതായത് ചെറിയ വ്യത്യാസം ഉണ്ടോ, ആ വ്യത്യാസം എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സൈക്കിൾ പഠിക്കാൻ പറ്റും. അപ്പോൾ സൈക്കിളിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഗ്ലൈക്കോലൈസിസിൻ്റെ പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 6 കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു റിംഗ് സ്ട്രക്ചറാണ് ഗ്ലൂക്കോസിന്. ഗ്ലൂക്കോസിന് 5 കാർബൺ റിങ്ങിലും 1 കാർബൺ റിങ്ങിന് പുറത്തുമായിട്ടായിരിക്കും ഉണ്ടാവുക. ആദ്യം നമ്മൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ പഠിക്കുക. നമ്മളിപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ തന്നെ ഇതിലിപ്പോൾ ഫസ്റ്റ് കാർബണായിട്ട് വരുന്നത് ഇതും, പിന്നെ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ നമ്പറിങ് വരുന്നത്. ഇതിൽ ATP യൂസ് ചെയ്തിട്ട് എക്സോകൈനേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ ഈ റിംഗ് മോഡൽ സ്ട്രെയിറ്റ് ചെയിനായിട്ട് മാറും. സ്ട്രെയിറ്റ് ചെയിനായിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള CHO എന്ന് പറഞ്ഞത് ഫസ്റ്റ് കാർബണായിട്ട് വരും. അതായത് ഫസ്റ്റ് കാർബണിൽ C+O എന്ന വരിക. പിന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് OH വരും ഓരോ കാർബണിലും. 6ാമത്തെ കാർബണിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 6 കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ചെയിനിൽ അവസാനത്തെ കാർബണിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളതിനെയാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളതെന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറേസിൻ്റെ പ്രസൻസിൽ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നതിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഫസ്റ്റ് കാർബണിലുള്ള ഡബിൾ ബോണ്ട് സെക്കൻഡ് കാർബണിലായിരിക്കും ഉണ്ടാവുക. അപ്പം സെക്കൻഡ് കാർബണിൽ ഉണ്ടായിരുന്ന OH ഗ്രൂപ്പ് ഫസ്റ്റ് കാർബണിൽ ഉണ്ടാവും. അതാണ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റും ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും ഐസോമറാണ്. ഇനി വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫോസ്ഫോ ഫ്രക്ടോ കൈനേസിൻ്റെ പ്രസൻസിൽ ATP യൂസ് ചെയ്തിട്ട് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിലെ ആദ്യത്തെ കാർബണിലെ OH ഉണ്ടല്ലോ, ആ OHലെ H റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരും. 1ാമത്തെ കാർബണിൽ OH റീപ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ H റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 1ാമത്തെയും 6ാമത്തെയും കാർബണിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നതിനെയാണ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇനി ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്യും, 2ആയിട്ട് മാറും. 3 കാർബണുള്ള 2 കോമ്പൗണ്ടായിട്ട് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് പോകും. അതിൽ ആദ്യത്തത് 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും കാർബൺ അടങ്ങുന്ന കോമ്പൗണ്ടിനെ നമ്മൾ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്ന് പറയും. പിന്നെ അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് ബാക്കിയുള്ള 3 കാർബൺ അടങ്ങുന്ന കോമ്പൗണ്ടിനെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ന് പറയും. ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആണ് പിന്നെ ബാക്കി സ്റ്റെപ്പുകളിലേക്ക് പോകുന്നത്. ഡീഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിലെ OH ഗ്രൂപ്പിലെ Hഉം കൂടെ ഡീഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിലേക്ക് പോകും. അതുകൊണ്ട് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡബിൾ ബോണ്ട് O വരും.
കാർബണിൻ്റെ വാലൻസി 4 അപ്പോൾ വാലൻസി തികയാൻ വേണ്ടിയിട്ട് അവിടെ ഡബിൾ ബോണ്ട് ഓ ആയിട്ട് മാറും. അടുത്ത സ്റ്റെപ്പിൽ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വരുന്നതാണ്. അതായത് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസിൻ്റെ പ്രസൻസിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റിലെ എച്ച് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എച്ചിൻ്റെ പൊസിഷനിൽ എന്ത് വരും? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരും. അവിടെ അപ്പം NADH ആയിട്ട് മാറും. അങ്ങനെയാകുമ്പോൾ ഒന്നാമത്തെ കാർബണിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുമ്പോൾ അതിന് നമ്മൾ 1,3-ബിസ്-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയും. ബാക്കി ഒന്നിൽ മാറ്റമൊന്നുമില്ല. മൂന്നാമത്തെ കാർബണിലും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാകും. അതിൽ ഈ ഒന്നാമത്തെ കാർബണിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എച്ചിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അവിടെ വരുന്നത്. പിന്നെ അപ്പം NADH ആയിട്ട് മാറും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പിൽ 1,3-ബിസ്-ഫോസ്ഫോഗ്ലിസറേറ്റ് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. അതിൽ നമ്മൾ ഒന്നുമില്ല, ആദ്യത്തെ കാർബണിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പോകും. ഓയിനെ മാത്രം അവിടെ വെച്ചിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പോകും. പിന്നെ അവിടെ ATP സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ADP യൂസ് ചെയ്തിട്ട് ATP സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അവിടെ എൻസൈമായിട്ട് ഇവിടെ വരുന്നത് ഫോസ്ഫോഗ്ലിസറോകൈനേസ് ആണ്. ഇനിയുള്ള സ്റ്റെപ്പിൽ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. 3-ഫോസ്ഫോഗ്ലിസറേറ്റ് 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറുമെന്ന് പറഞ്ഞത് ഈ മൂന്നാമത്തെ കാർബണിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് രണ്ടാമത്തെ കാർബണിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പായിട്ട് മാറും. അപ്പോൾ രണ്ടാമത്തെ കാർബണിലുണ്ടായിരുന്ന OH ഗ്രൂപ്പ് മൂന്നാമത്തെ കാർബണിലേക്ക് ഷിഫ്റ്റ് ആവും. ഇതിനെയാണ് 2-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എൻസൈം എന്ന് പറയുന്നത് ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ് ആണ്. ഇനിയുള്ള സ്റ്റെപ്പിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈനോലൈസിൻ്റെ പ്രസൻസിൽ വാട്ടർ എലിമിനേറ്റ് ആയിട്ട് അവിടെ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയിട്ട് മാറും. അതായത് 2-ഫോസ്ഫോഗ്ലിസറേറ്റ് നിന്ന് വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ആയിട്ട് ഈനോലൈസിൻ്റെ പ്രസൻസിൽ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയിട്ട് മാറും. ഇതിൽ ഈ വാട്ടർ മോളിക്യൂൾ എവിടെ നിന്നൊക്കെ എലിമിനേറ്റ് ആകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ കാർബണിലെ OHഉം രണ്ടാമത്തെ കാർബണിലെ Hഉം ആണ് ഇവിടുന്ന് എലിമിനേറ്റ് ആയിട്ട് പോകുന്നത്. അങ്ങനെ എലിമിനേറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ മൂന്നാമത്തെ കാർബണിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വരുന്നത്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ കാർബണിൻ്റെ വാലൻസിയിൽ 5 കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഈ ഹൈഡ്രജൻ എലിമിനേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അത് ചെറിയ മിസ്റ്റേക്ക് ആട്ടോ. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് എന്ന് പൈറുവേറ്റ് ആയിട്ട് മാറുന്നത്. അതിൽ നമ്മൾ ATP സിന്തസൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ADP യൂസ് ചെയ്തിട്ട് ATP സിന്തസൈസ് ചെയ്യുന്നുണ്ട്. പൈറുവേറ്റ് കൈനേസ് ആണ് ഇവിടുത്തെ എൻസൈം. ഇതിൽ ഒന്നുമില്ല, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എലിമിനേറ്റ് ആയിട്ട് പോകും. എവിടുത്തെ രണ്ടാമത്തെ കാർബണിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എലിമിനേറ്റ് ആയിട്ട് പോകും. മൂന്നാമത്തെ കാർബണിൽ ഒരു ഹൈഡ്രജൻ കൂടെ വരും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ഗ്ലൈക്കോലൈസിസ് പാത്വേ. അതായത് ഗ്ലൂക്കോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പൈറുവേറ്റ് വരെയുള്ള ഈ സ്ട്രക്ചറിനെയാണ് ഗ്ലൈക്കോലൈസിസ് പാത്വേ എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്? അപ്പോൾ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ സ്ട്രക്ചറിൽ നിന്ന് രണ്ടാമത്തെ സ്ട്രക്ചറിൽ നിന്ന് ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പാത്വേ നമുക്ക് പഠിക്കാം. സ്ട്രക്ചറോടെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയൊരു വീഡിയോവുമായി വീണ്ടും വരാം. ബൈ ഗായ്സ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.